ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരിചാരകരും ആരാധകരും ആരുമില്ലേ ആശുപത്രി കൊണ്ടുപോവാൻ? ആന്റി എന്താ പറഞ്ഞേ? ചിപ്പി വളർത്തുമ്പോഴാണെന്നോ? അതൊരു വലിയ കഥയാ. സ്നേഹേ, മതി നിർത്ത്. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കരുത്. സഹായത്തിന് അമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, അവരാരും വന്നില്ല. അമ്മുക്കുട്ടി ഇന്ദുവിനെയും കൂട്ടി ഒന്ന് വരാമോ? അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനാ. ഇന്ദു എവിടെ? അവൾക്ക് തലവേദനയായിട്ട് കിടക്കുക. എനിക്ക് പേടിയാവുന്നു അമ്മു. ഇങ്ങനെ കിടന്ന എന്റെ അമ്മ മരിച്ചു പോവും. നീ വിഷമിക്കാതിരിക്ക ചിപ്പി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അച്ഛനോട് കാര്യം പറയാം, എന്നിട്ട് ആവണി ചേച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം. എന്റെ അമ്മയ്ക്ക് നിന്റെ വീട്ടിലുള്ളവരെ ഇഷ്ടമല്ലാത്തോണ്ട് അവര് നിങ്ങളെ വിടുവോ? നീ വിഷമിക്കാതിരിക്കെ. ആദ്യം ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, എന്നിട്ട് സമ്മതിച്ചാ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. വേഗം വിളിക്കണേ അമ്മു. എന്റെ അമ്മ ഇങ്ങനെ കിടന്ന് കരയുന്നത് എനിക്ക് കാണാൻ വയ്യ. എന്താ മോളെ? അച്ഛാ, എന്നെ എന്ത് കുട്ടീനെയും ഒന്ന് ചിപ്പിയുടെ വീട് വരെ കൊണ്ടുവിടാവോ? മോൾ എന്തായി പറയുന്നേ? ഇപ്പൊ എന്തിനാ ചിപ്പിയുടെ വീട്ടിൽ പോകുന്നേ? എവിടെ പോണോന്ന്? ഇവൾക്ക് എന്തുട്ടിക്കും ഇപ്പൊ ചിപ്പിയുടെ വീട്ടിൽ പോണോന്ന്. ആ കൊള്ളാം, ചെന്ന് കയറാൻ പറ്റിയ സ്ഥലോ. അവിടെ ഒരു പെൺകടുവയുണ്ട്, പിടിച്ച് വിഴുങ്ങിക്കളയും. അല്ല, ഇന്ദൂട്ടി എവിടെ? എന്തുകൊണ്ട് തലവേദനയെന്ന് പറഞ്ഞ് കിടക്കുക? എന്താ മോളെ പ്രശ്നം? ചിപ്പിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ആന്റി ആശുപത്രി കൊണ്ടുപോവാനാ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലുമെന്ന് അവൾ ചോദിച്ചത്. ഫോണിൽ അവൾ കരയുമായിരുന്നു. അമ്മമ്മേ, എന്താ ചിപ്പിയുടെ അമ്മയുടെ അസുഖം? അവളുടെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സാ. അതേതായാലും നന്നായി. അവരെ മറ്റുള്ളവരോട് കാണിച്ച ക്രൂരതയ്ക്ക് ദൈവം കൊടുത്ത തിരിച്ചടി തന്നെയാ. നിന്റെ കൂട്ടുകാരി അവര് ദത്തെടുത്തതല്ലേ, അല്ലാതെ സ്വന്തം മോളൊന്നും അല്ലല്ലോ. അവിടെ കിടന്ന് കുറച്ച് അനുഭവിക്കട്ടെ. പിന്നെ ഒരുപാട് സെന്റിമെന്റ്സ് ഒന്നും വേണ്ടെന്ന് ആ ചിപ്പിയോട് പറഞ്ഞേക്ക്. നീ എന്താണ് ഈ പറയുന്നേ? അവന്തികക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ശത്രുത നിന്നോട് തന്നെയാ. എന്നാലും ഈ സമയത്താണ് ഇതൊക്കെ കാണിക്കുന്നത്. ഒരവസരം കിട്ടുമ്പോഴല്ലേ നന്ദി കാണിക്കാൻ പറ്റൂ, അല്ലേ? എനിക്ക് ചിക്കൻ ബോക്സ് ആയതുകൊണ്ടാ. വേറെ ഏതെങ്കിലും അസുഖം പിടിപെട്ട് കിടക്കുമായിരുന്നെങ്കിലേ ഞാനൊന്ന് പോയി കണ്ടേനെ. ഇവളും കൊള്ളാം, നീയും കൊള്ളാം. എടി, മനുഷ്യർക്ക് ഏത് സമയത്തും അസുഖം വരാം. സഹായിച്ചില്ലെങ്കിലും ഈ സമയത്ത് എങ്ങനെ പരിഹസിക്കരുത്. അതെത്ര വലിയ ശത്രുവാണെങ്കിലും ശരി. അതൊക്കെ ശരിയാ അമ്മേ. പക്ഷേ ചിക്കൻ ബോക്സ് പിടിച്ചു കിടക്കുന്ന അവരുടെ അടുത്തേക്ക് ഈ കുട്ടികളെ എങ്ങനെ കൊണ്ടുവിടും? ചിപ്പിയുടെ അമ്മ ആശുപത്രി കൊണ്ടുപോവാനല്ലേ, അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് വരാം. അല്ലെങ്കിൽ അച്ഛനും കൂടെ വാ. ചിപ്പിയുടെ കരച്ചിലിട്ടിട്ട് സഹിക്കുന്നില്ല അച്ഛാ. രക്തബന്ധമൊന്നും അല്ലല്ലോ, വളർത്തുമോളല്ലേ. പിന്നെന്തിനാ ആ കൊച്ചു കിടന്ന് കരയുന്നേ? വലിയ ബിസിനസ് ലേഡിയല്ലേ. പരിചാരകരും ആരാധകരും ആരുമില്ലേ ആശുപത്രി കൊണ്ടുപോവാൻ? ആന്റി എന്താ പറഞ്ഞേ? ചിപ്പി വളർത്തുമ്പോഴാണെന്നോ? അതൊരു വലിയ കഥയാ. സ്നേഹേ, മതി നിർത്ത്. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കരുത്. രക്തബന്ധം കൊണ്ടല്ല സ്നേഹത്തിന്റെ ആഴവിളക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്തിയുടെ അനീതിയെ ഇവിടെ നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത്? ഇവള് നമ്മളെ സ്നേഹിക്കുന്നതിന്. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അങ്ങനെ ഒരു കുഞ്ഞിന്റെ വിഷമം നമുക്ക് മനസ്സിലാവേണ്ടതല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ ചേച്ചിയെ പോലെ ഞാനും നിങ്ങളോട് പെരുമാറിയിരുന്നെങ്കിലേ
നിങ്ങൾ എന്നെ അന്നേ ഇറക്കി വിടില്ലായിരുന്നോ? എന്താ സംശയം? അടിച്ചിറക്കി ശുദ്ധീകരിച്ച് നടത്തിയനെ. ശ്ശേ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയുന്നേ? ആ കുട്ടി പറഞ്ഞൊരു കാര്യം അമ്മ നമ്മളോട് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. നമ്മളിപ്പോ അമ്മൂനും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല, പോരെ? മോളെ, ചിക്കൻ ബോക്സ് പകരുന്ന അസുഖം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് പകരും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് മാത്രല്ല മോളെ, ചിപ്പിമോളുടെ അമ്മയ്ക്ക് നമ്മളോട് വലിയ ദേഷ്യമാ. അസുഖമാണെങ്കിലും ഈ സമയത്ത് നമ്മൾ അങ്ങോട്ട് സഹായിക്കാൻ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവര് വേറെ ആരെങ്കിലും വിളിച്ച് ഹോസ്പിറ്റലിൽ പൊയ്ക്കോളും. ഒരുപാട് ജോലിക്കാരൊക്കെ ഉള്ള വീടല്ലേ, അവരാരെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ വിളിച്ച് പറഞ്ഞാൽ അവരെ ആംബുലൻസ് അയക്കില്ലേ? മോള് പോകുന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ. വാ മോളെ, പോ. ദാ. അപ്പോ ഈ ദൈവം വെറുതെ ഇരിക്കുവല്ലെന്ന് എനിക്കിപ്പൊ മനസ്സിലായി. അവർ ഇതൊന്നും അനുഭവിച്ചാ പോരാ, അവരെ സഹായിക്കാൻ ഒരാള് പോലും ചെല്ലാൻ പാടില്ല. എന്റെ അമ്മയെ, എന്തൊരു വേദന ഇത്, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓ, അയ്യോ അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നേ? കിടന്നിട്ട് പറ്റുന്നില്ല മോളെ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്കൊന്ന് ചാരിയിരിക്കണം. ഞാൻ പിടിക്കാം, അമ്മ എണീക്ക്. മോള് കുറച്ച് വെള്ളം ഇങ്ങെടുക്ക്, വല്ലാതെ ദാഹിക്കുന്നു. ഞാൻ എന്റെ കൂട്ടുകാരികളെ വിളിച്ചിട്ടുണ്ട്, അവര് വരാന്നും പറഞ്ഞിട്ടുണ്ട്. ആരെയാ? അന്ന് സ്ലീപ്പ് ഓവറിന് വന്ന ആ പിള്ളേരാണോ? അവരാരെയും അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നാലും അമ്മയുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ ഞാൻ അമ്മൂനെ വിളിച്ച് കാര്യം പറഞ്ഞത്. ആവണി ടീച്ചറിനെയും കൂട്ടി വരാൻ നോക്കാന്നാ അമ്മു പറഞ്ഞത്. അത് വേണ്ടായിരുന്നു മോളെ. എങ്ങനെയെങ്കിലും അമ്മയെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചോളൂ. അമ്മ എന്നെ വഴക്ക് പറയല്ലേ.